ഹലോ ഗൈസ്, നമുക്ക് ഇന്ന് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം. നല്ല പഴുത്ത പഴം കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിനുള്ള പഴം നല്ല പഴംപൊരിക്ക് നല്ല രുചിയായിരിക്കും, നല്ല മധുരവും ഉണ്ടാവും. ഓക്കെ, അതിനാവശ്യമായിട്ട് ഞാൻ 2 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്. കളറിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അപ്പം മധുരത്തിന് ആവശ്യമായി മാവിലേക്ക് ഒരു 1.5 സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുന്നു. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും. ഇവയെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെയായിട്ട് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഒരു ദോശമാവിൻ്റെ പാകത്തിനേക്കാൾ അല്പം കൂടി കുറുകിയ രീതിയിൽ എടുക്കുക. കാര്യം മാവ് നമ്മുടെ ഏത്തയ്ക്കായിൽ മാവ് ഈ ഒരു പരുവത്തിൽ നിന്നും ഒരല്പം കൂടി ലൂസാക്കി എടുക്കണം. എന്നാൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ മാവ് പിടിക്കുകയുള്ളൂ. മാവ് ഏകദേശം ഈ ഒരു പരുവം ആയാൽ മതി. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് പഴംപൊരിക്കുള്ള പഴം അരിഞ്ഞെടുക്കാം. പഴംപൊരിക്ക് ആവശ്യമായ പഴം നമ്മളിവിടെ അരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാവും റെഡിയായിരിക്കുന്നു. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. പഴംപൊരിക്ക് ആവശ്യമായ എണ്ണ ചൂടാക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഴംപൊരി പൊരിച്ചെടുക്കാം. എണ്ണ ചൂടായോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പഴംപൊരി എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇറച്ചിക്കറിയായിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. വളരെ ടേസ്റ്റിയായ, വളരെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണിത്. നല്ല കണ്ടോ, നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. നല്ല ക്രിസ്പി ആയിരിക്കുന്ന നല്ല പഴംപൊരി. അങ്ങനെ നമ്മുടെ പഴംപൊരി ആയിട്ടുണ്ട്. പഴംപൊരിയും ഇറച്ചിക്കറിയും വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ഉണ്ടാക്കി ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്